ഇന്നാണോ ഇങ്ങോട്ട് വരുന്നതാണോ? ഇല്ല, ഞാൻ ഇവിടെ മുമ്പ് വന്ന് പരിചയമുള്ള സ്ഥലമാണ്. ഇവിടെ കുറെ വീടുകൾ ഉണ്ടായിരുന്നു. അതിലിപ്പോ നമ്മൾ സങ്കടം തോന്നുന്നു. കരയാൻ ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത്. നേരത്തെ വന്നിരുന്ന അറിയുന്ന സ്ഥലമാണല്ലേ? അറിയുന്ന സ്ഥലം. ഞാൻ ഇവിടെ 2 വർഷം മുന്നേ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഇവിടെ ഞാൻ ഒരു എസ്റ്റേറ്റിൽ പണിക്കുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ പരിചയമുള്ള ആൾക്കാർ കുറെ പേരുണ്ട് ഇവിടെ. അതിൽ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് വിചാരിക്കുന്ന സങ്കടം. എന്നേതായാലും നമുക്ക് ഒരുപാട് പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേരെ കാണാതായവരുമുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു തെരച്ചിലിൽ കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടിയാണല്ലേ ഇന്ന് നടക്കുന്നത്. അതാണ് എന്താ പറയുക, സങ്കടം കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. തീർച്ചയായും ജിൽസി, അത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ വരുന്നവർ ഈ പ്രദേശവുമായി വൈകാരിക ബന്ധമുള്ള ആളുകളുമായി നിരന്തരം സമ്പർക്കമുണ്ടായിരുന്ന ആളുകൾ കൂടി ഇങ്ങോട്ടിന്ന് വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. മാത്രമല്ല, ഈ പ്രദേശത്തിന്റെ സ്വഭാവം എന്തായിരുന്നുവെന്ന് കൃത്യമായി അറിയുന്ന ആളുകൾ കൂടി ഈ മേഖലയിലേക്ക് ഇന്ന് വരുന്നത് ഈ രക്ഷാദൌത്യത്തിന്റെ ഈ തെരച്ചിലിന്റെ ഒക്കെ അതിന്റെ കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ ഈ സംസാരിച്ച ചേട്ടൻ തന്നെയാണെങ്കിൽ നേരത്തെ ഇവിടെ വന്നിരുന്ന ആളുകളാണ്. പ്രദേശത്തിന്റെ ഒരു സ്വഭാവം എന്താണ്, ജനവാസ മേഖല എവിടെയൊക്കെയാണെന്നൊക്കെ അറിയുന്ന ആളുകളാണ്. അപ്പോൾ നേരത്തെ തന്നെ നിരവധി തെരച്ചിൽ JCB ഉപയോഗിച്ച് മറ്റൊക്കെ പരമാവധി തെരച്ചിൽ നടന്നു കഴിഞ്ഞ മേഖലയാണിത്. നേരത്തെ 7 മണിക്ക് നമ്മോട് സംസാരിച്ചിരുന്ന അദ്ദേഹം പറഞ്ഞിരുന്നതും ഈ പ്രദേശവാസി തന്നെ അയാൾ പറഞ്ഞിരുന്നതും പരമാവധി ഇവിടെയൊക്കെ തെരച്ചിൽ നടത്തി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും നമുക്ക് ശേഷിപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ജനകീയ തെരച്ചിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. മറ്റൊന്ന് നമ്മൾ കാണേണ്ടത്, ഈ പ്രദേശത്തുള്ള ആളുകൾ നമ്മോടൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. എവിടെയെങ്കിലും ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കണ്ടെത്തണം. പരമാവധി ഈ രക്ഷാപ്രവർത്തനത്തിൽ പരമാവധി എന്താണോ ചെയ്യാൻ കഴിയുക അത് ചെയ്യണം എന്നുള്ള കാര്യം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കഴിഞ്ഞിരുന്നവർ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ രക്ഷാ ദൗത്യത്തിൽ ഞങ്ങൾക്ക് പങ്കാളികളാകണം, ഞങ്ങൾക്കായിരിക്കും കൂടുതൽ അതിന് കഴിയുക, ഇവിടെയൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കാം എന്ന് അറിയുക കൂടുതൽ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്കായിരിക്കുമെന്ന് അവരൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അവർക്ക് കൂടി കൂടുതൽ അവസരം നൽകുന്ന തരത്തിലാണ് ഈ തെരച്ചിൽ നടക്കുന്നത്. ഈ ദുരന്തത്തിൽ അകപ്പെട്ടു പോയവരോട് ഈ രക്ഷാ ദൗത്യ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി നീതി എന്താണ്, അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഏതായാലും കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നുൾപ്പെടെ കൂടുതൽ പേർ ഇങ്ങോട്ട് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. നിലവിൽ ക്യാമ്പിൽ നിന്ന് മാറി നമ്മൾ ഇങ്ങോട്ട് ഇതുവരെ കണ്ടിട്ടില്ല. 9 മണി വരെ രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ട്. അതിനുള്ളിൽ കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്കൊക്കെ എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക സംവിധാനങ്ങളും ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഈ വിശാലമായി കിടക്കുന്ന ഇതൊക്കെ കൃഷിഭൂമിയും ഒപ്പം തന്നെ അതോട് ചേർന്ന് ജനവാസ മേഖലയും പാടികളും ഒക്കെ നിറഞ്ഞിരുന്ന മേഖലയായിരുന്നു നേരത്തെ എന്നുള്ളത് ഇവിടെയുള്ള ആളുകൾ നിരന്തരം പലപ്പോഴായി നമ്മളോട് പറഞ്ഞിരുന്ന കാര്യം കൂടിയാണ്. അങ്ങനെയൊരു സ്ഥലമാണ് ഇപ്പോൾ വലിയ പാറക്കൂട്ടങ്ങളും മണ്ണും ചെളിയും ഒക്കെയായി ഇതേത് തരത്തിലുള്ള ഭൂപ്രദേശമായിരുന്നു എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ തകർന്നടിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ 130 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരമെങ്കിലും ഈ പ്രദേശത്തുള്ള ആളുകൾ നമ്മോട് പറയുന്നത് അതൊന്നും ആയിരിക്കില്ല, അതിനേക്കാൾ എത്രയോ കൂടുതൽ ആളുകളെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുകൂടി പറയപ്പെടുന്നത് കൊണ്ട് തന്നെ. മാത്രമല്ല, ഈ കണക്കുകളിൽ ഈ റേഷൻ കാർഡിലും ഒപ്പം തന്നെ വോട്ടേഴ്സ് ID കാർഡും ഒക്കെ ഉപയോഗിച്ചാണ് കൂടുതൽ എത്ര പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ളതൊക്കെയുള്ള പ്രാഥമിക കണക്കുകൾ എടുത്തത്. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ആളുകൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്ന് പ്രദേശവാസികൾ തന്നെ പറയുമ്പോൾ തീർച്ചയായും ഏറ്റവും പരമാവധി നമുക്ക് ചെയ്യാൻ കഴിയുന്ന തെരച്ചിൽ ഇവിടെ നടത്തേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കുക, എൻ്റെ അടുത്ത് ഇത് ഇങ്ങോട്ട് പാൻ ചെയ്താൽ കാണാൻ സാധിക്കും. ഇത് എന്ത് വാഹനമാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഒരു വണ്ടി, ഇത് കാറാണെന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ തരത്തിലൊക്കെ തകർന്നടിയണമെങ്കിൽ ഈ ദുരന്തത്തിന്റെയും ഈ ഉരുൾപൊട്ടലിന്റെയും ഒക്കെ വ്യാപ്തിയും ശക്തിയും പ്രഹരവും എത്രമേൽ വലുതാണ് എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ വാഹനത്തിന്റെ ഒരു ഷേപ്പ് പോലും ബാക്കിയാക്കാത്ത രീതിയിൽ എന്താണ് എന്ത് വണ്ടിയാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഈ വാഹനം ഇവിടെ അടിഞ്ഞുകൂടി നിൽക്കുന്നത്. അപ്പോൾ അത്ര വലിയൊരു ശക്തിയിൽ ഒരു വലിയ ഉരുൾപൊട്ടൽ വരുമ്പോൾ അതിനുള്ളിൽ എവിടെയെങ്കിലും ആളുകൾ ഉണ്ടാകുമോ എന്ന സംശയം കൂടി ബാക്കിയാകുന്നുണ്ട്. മാത്രമല്ല, ചാലിയാറിൽ നിന്നും നിലമ്പൂർ പോത്തുകൽ ഭാഗത്തു നിന്നും കോഴിക്കോട് ജില്ലയുടെ ഭാഗത്തു നിന്ന് പോലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വലിയൊരു ദുരന്തമാണ്. അപ്പോൾ ഇനി ഈ മേഖലയിൽ ആരെങ്കിലും ബാക്കിയാകുമോ എന്ന വലിയ സംശയമുണ്ട്. എങ്കിൽ കൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന മനുഷ്യസാധ്യമായ ഏറ്റവും പരമാവധി എന്താണ്, നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ അകപ്പെട്ടു പോയവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പരമാവധി നീതി നമ്മൾ ചെയ്തു കഴിഞ്ഞു എന്നുള്ളൊരു മനസ്സമാധാനമെങ്കിലും ഉണ്ടാക്കാൻ ഇത്തരം ജനകീയ തരത്തിൽ സഹായിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.